അങ്ങനെ രാത്രി 8 മണിയായിട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ ഒരു പെട്ടെന്നുള്ള ഒരു ഓടിപ്പാച്ചിൽ കറി വെക്കലേക്കായിരുന്നു. കറി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ അച്ചുമോനെ സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ. ജിനുവേട്ടൻ അവിടെ ഫ്രൂട്ട്സ് അരിയാണ്. ഫ്രൂട്ട്സ് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായ നമ്മുടെ കർമൂസിയും ക്യാരറ്റ് വീട്ടിലുണ്ടായതല്ല കേട്ടോ. പിന്നെ നമ്മുടെ റോബസ്റ്റ പഴം നമ്മളെ വീട്ടിലുണ്ടായത് അതൊക്കെ എനിക്ക് അരിഞ്ഞു തരികയാണ്. കാരണം അതാണ് ഇന്ന് നൈറ്റിൽ ഞാൻ കഴിക്കാൻ പോകുന്നത്. ചോറ് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഞാൻ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി തേങ്ങ ചിരവുകയാണ്. ജിനുവേട്ടൻ എന്താണെന്ന് അറിയില്ല, ഇന്ന് എന്നെ അടുക്കളയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി കാന്താരി മുളകൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ മീൻകറി വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെച്ച സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിനുവേട്ടൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ വെച്ചാൽ മതി രമ്യെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെക്കുന്നത്. പിന്നെ ജിനുവേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഈ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അലാറം അടിച്ചാലും ജിനുവേട്ടൻ വിളിച്ചാലും എണീക്കാറേ ഇല്ല. രാവിലെ അങ്ങനെ നേരം വൈകി പോയിട്ടുണ്ടെങ്കിൽ നീ കുടുങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ജിനുവേട്ടൻ എന്നോട് മീൻകറി വെച്ചാൽ മതി അറിയുന്നത് കേട്ടോ. റോബസ്റ്റ പഴം കണ്ട നല്ല മധുരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്നും ഏകദേശം എല്ലാ ദിവസവും ഈ പഴം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞാനതൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചട്ടിയിൽ നമ്മുടെ കറിയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറിയുടെ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് പറയണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി പിന്നെ ഒരു വീഡിയോ തന്നെയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ച് ഞാനിതാ ഉറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ബൈ ബൈ, സീ യു.